ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ One UI 7 നിങ്ങൾ ചിലപ്പോൾ ന്യൂസ് കാണലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. നല്ല ലാഗ് വന്നിട്ടുണ്ട്. One UI 7 ഇപ്പോൾ റീസെൻ്റ്ലി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ബീറ്റ വെർഷൻ 4 ഇറക്കാൻ പോകുന്നു. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ബീറ്റ 5ഉം 6ഉം വരെ ഇറക്കുന്നതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ S24 സീരീസിലടക്കം ചിലപ്പോൾ ഇനി മാർച്ചിലാണ് സാധനം One UI 7ൻ്റെ ഒറിജിനൽ സ്റ്റേബിൾ വെർഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതിനാട്ടും ഇപ്പോൾ നമ്മുടെ സ്റ്റേബിൾ വെർഷൻ നമ്മുടെ ബാക്കിയുള്ള ഡിവൈസുകൾക്ക് വരാൻ എന്തായാലും ലേറ്റ് ആവും കേട്ടോ. എനിക്ക് തോന്നുന്നത് S23 ഇനി എന്തായാലും മാർച്ച് എൻഡിലോ അല്ലെങ്കിൽ ഏപ്രിലായിരിക്കും വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതിനും പഴയ ഡിവൈസുകൾക്കും അല്ലെങ്കിൽ ഈ സീരീസുകൾക്കൊക്കെ എന്തായാലും മാർച്ച് ഏപ്രിൽ കഴിഞ്ഞിട്ടൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ എന്തായാലും സാംസങ്ങിൻ്റെ One UI 7 നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്. ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി കുറച്ച് ലേറ്റ് ആവുന്നത്. അതായത് ലേറ്റസ്റ്റ് എന്താ വെച്ചാൽ ഇവർ സ്റ്റേബിൾ വെർഷന് മുമ്പ് ബീറ്റ വെർഷൻ 4 ഇറക്കുന്ന പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമാണ് സ്റ്റേബിൾ വെർഷൻ ഇറക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് ബഗ് ഫിക്സുകളൊക്കെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, റിപ്പോർട്ടിംഗ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ബീറ്റ 4 വരുന്നത് പറഞ്ഞത്. പക്ഷേ ഇനിയിപ്പോൾ ബീറ്റ 4ഉം ബീറ്റ 5ഉം വരുന്ന പറഞ്ഞേക്കുന്നത്. ഇനി അതും കഴിഞ്ഞിട്ട് ചിലപ്പോൾ 6ഉം വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും മാർച്ചിൻ്റെ മിഡിലോ ആവാൻ S24 സീരീസുകൾക്ക് അടക്കം കിട്ടാനുള്ള ചാൻസ് ഇനി മാർച്ച് പകുതിക്കാണ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇനി S23 സീരീസുകൾക്ക് അതും കഴിഞ്ഞിട്ട് മിക്കതും മാർച്ച് എൻഡിലേക്കോ അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്കിലോ ആ റേഞ്ചിലൊക്കെ ആയിരിക്കും കിട്ടുക. സീരീസിനും ഇനി ഏപ്രിൽ മിഡിലോ ആ റേഞ്ചിലൊക്കെ ആയിരിക്കും കിട്ടുക. അപ്പോൾ എന്തായാലും ഇനി 2 മാസം അല്ലെങ്കിൽ 1.5 മാസം മിനിമം എന്തായാലും ഇപ്പോൾ ലാഗ് വരും. അപ്പോൾ എന്തായാലും അതിനൊരു തീരുമാനമായിട്ടുണ്ട്. എന്തായാലും One UI 7 വെയിറ്റ് ചെയ്ത് അത് നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാംസങ് എന്താണ് നിങ്ങളുടെ സാധനം നീട്ടുന്നത്? നോർമലി ഒരു പുതിയ വെർഷൻ ഇറക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അറ്റ്ലീസ്റ്റ് ഒരു കൊല്ലം മുമ്പത്തെ, അതായത് S25 ഇറങ്ങിയല്ലോ. S24 സീരീസുകൾക്കടക്കം പെട്ടെന്ന് ലോഞ്ച് ആവേണ്ടതാണ് അല്ലെങ്കിൽ റിലീസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതെന്താണ് സംഭവം ഇത്രയും ലാഗ് വന്നതെന്ന് ഒരു പിടിയില്ല കേട്ടോ. എന്ന് വെച്ചാൽ ബാക്കി ഇപ്പോൾ 15 സീരീസുകൾക്ക് ഇപ്പോൾ ഓക്സിജൻ 15, ഓക്സിജൻ OS 15 ഒക്കെ എല്ലാം വന്നു. ബാക്കി എല്ലാ ബ്രാൻഡുകളും റിലീസ് ചെയ്തു. ഇപ്പോൾ സാംസങ് മാത്രമാണ് ഇങ്ങനെ ലാഗ് അടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ലാഗ് അടിച്ചിട്ട് എന്താ സംഭവം? ഇത്രയും ലാഗ് ഞാൻ നോർമലി ഫേസ് ചെയ്തിട്ടില്ല കേട്ടോ സാംസങ്ങിൻ്റെ. പ്രത്യേകിച്ച് ഒരു ലേറ്റസ്റ്റ് വെർഷൻ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് One UI 6 വന്നപ്പോഴും ഇതുപോലെ ചെറിയൊരു ലാഗ് വന്നു. അപ്പോൾ അതിനായിട്ടും ലാഗ് കൂടി ഇതിന് കേട്ടോ 7ന്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ വെയിറ്റിംഗ് ഇനിയിപ്പോൾ എന്താ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, വരുമ്പോൾ കേട്ടോ വെച്ചിരിക്കുന്നത്. അതിൻ്റെ വിഷയമുള്ളൂ. എന്താ വെച്ചാൽ നല്ല പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റും ആനിമേഷൻ ഇമ്പ്രൂവ്മെൻറ്റും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ ഭയങ്കര വെയിറ്റിംഗിലായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും വരുമ്പോൾ വരട്ടെ, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ അതിൻ്റെ പേര് നമ്മുടെ 2 ചാനൽ മാത്രമേ കണ്ടുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യങ്ങൾ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് അജയൻ. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ ടെക്കിലും ഫൈനാൻഷ്യലും എക്സ്പീരിയൻസ്ഡുമാണ്, ക്വാളിഫൈഡ് ആണ്. നമ്മുടെ സർട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കിയേക്കാം. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അടുത്ത കാണാം. ബൈ.